തന്നിൽ എത്തുവോളം നീ നടത്തന്നെ നിൻഹിതം പോൽ. എൻ പ്രാണനാഥൻ എന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ MG രാജനാഥൻ ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണമേ. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രഹാമും ലോത്തും പിരിഞ്ഞ കാര്യമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ പിരിയുന്നതിനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളത് ഈ 13-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ഇവരുടെ സമ്പത്ത് വർദ്ധിക്കുകയാണ്. ആ സമ്പത്ത് വർദ്ധിച്ചത് മുഖാന്തരം 7-ാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി എന്ന് കാണും. അപ്പോൾ പിണക്കമുണ്ടായത് മുഖാന്തരമാണ് അവർ തമ്മിൽ പിരിയുവാനായിട്ട് ഇടവന്നത്. പിണക്കമുണ്ടാകാൻ കാരണം ഞാൻ വായിച്ചു കേൾപ്പിച്ചു. കന്നുകാലികളെ സംബന്ധിച്ചുള്ള അഥവാ അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും സമ്പത്തിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് പിണക്കത്തിന് കാരണമായിട്ട് വന്നത്. ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണത്. പലരും അങ്ങനെ പറഞ്ഞും കേൾക്കാറുണ്ട്, അബ്രഹാമും ലോത്തും തമ്മിൽ പിണങ്ങി എന്ന്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നില്ല. അവരുടെ ഇടയന്മാർ തമ്മിലാണ് പിണക്കമുണ്ടായത്. അബ്രഹാം പിണങ്ങി വഴക്കടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. ഇനി അബ്രഹാമിൻ്റെ അടുക്കൽ ലോത്തും ആ നിലകളിൽ ഒരു പിണക്കമോ വഴക്കോ ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ വഴക്ക് അല്ലെങ്കിൽ പ്രശ്നം, പിണക്കം ഉണ്ടായത് ഇടയന്മാരുടെ ഇടയിലാണ്. പക്ഷെ ഇടയന്മാരുടെ ഇടയിലെ ആ പ്രശ്നം അത് അബ്രഹാമും ലോത്തും തമ്മിൽ അകലുന്നതിന്, തമ്മിൽ വേർപിരിയുന്നതിന് ഒരു കാരണമായിട്ട് തീരുകയാണ്. പിണക്കം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ദൈവജനത്തിൻ്റെ മധ്യം ഉണ്ടാകും, അവിശ്വാസികളുടെ ജീവിതത്തിലുണ്ടാകും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒട്ടുമിക്ക ആളുകളും പിണക്കം ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. ആരോടും പിണക്കം ഉണ്ടാകാതെ ഈ ലോകത്തിൽ ജീവിച്ചിട്ടുള്ള ഒരാളുമില്ല. ചെറുപ്രായം മുതലേ മനുഷ്യൻ പിണക്കവും പരിഭവവും വഴക്കും ഒക്കെ ആയിട്ടാണ് വളർന്നു വരുന്നത്. കൊച്ചുകുട്ടികൾ വരെയും തങ്ങളുടെ മാതാപിതാക്കളോട് ഉൾപ്പെടെയുള്ളവരോട് പിണങ്ങും. എന്നാൽ അതൊക്കെ പെട്ടെന്ന് പരിഹരിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഏതൊരു പിണക്കവും പരിഹരിക്കപ്പെടുക എന്നുള്ളത് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പിണക്കം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, കുടുംബ പ്രശ്നങ്ങളിൽ പിണക്കം ഉണ്ടാകാറുണ്ട്, അയൽവക്കുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, സഭയിൽ പ്രശ്നങ്ങളുണ്ടായി പിണങ്ങുന്നവരുണ്ട്. പിന്നെ ജോലി സ്ഥലത്ത് പിണക്കമുണ്ടായി പിരിയുന്നവരുണ്ട്, പിണങ്ങി ജീവിക്കുന്നവരുണ്ട്. വർഷങ്ങളോളം മിണ്ടാതെയും പറയാതെയും കൈ കൊടുക്കാതെയും ചിരിക്കാതെയും ജീവിക്കുന്ന ആളുകളുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് തൊട്ട അയൽവക്കംകാരോട് മിണ്ടാതെ ജീവിക്കുന്ന മനുഷ്യർ, എത്രയോ നാളുകളായിട്ട് സ്വന്തം സഹോദരനോട് മിണ്ടാതെ ജീവിക്കുന്ന ആളുകൾ,
എത്രയോ നാളുകളായിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്നുവെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടാതെ ജീവിക്കുന്നു. മക്കളും മാതാപിതാക്കളും തമ്മിൽ സംസാരിക്കാതെ പിണങ്ങിക്കഴിയുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പിണക്കങ്ങൾ ലോകത്തിലുണ്ട്. പക്ഷേ ഈ പിണക്കങ്ങളൊക്കെ നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ഇത് നല്ലതല്ല എന്നാണ് ഒരു ദൈവദാസൻ എന്ന നിലകളിൽ എൻ്റെ മറുപടി. എന്നാൽ ഒരു പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ താങ്കൾ ആരോടും പിണങ്ങിയിട്ടില്ലയോ? ഞാൻ ഇഷ്ടംപോലെ പിണങ്ങിയിട്ടുണ്ട്. ഞാൻ പിണങ്ങാതെ ജീവിച്ച മനുഷ്യനൊന്നുമല്ല. ഞാനും ഇഷ്ടംപോലെ ആളുകളോടൊക്കെ പിണങ്ങിയിട്ടുണ്ട്. ചെറുപ്രായം മുതലേ പിണങ്ങിയിട്ടുണ്ട്. ഞാനില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നുണയായി. പിന്നെ ഇപ്പോഴും പിണക്കം ഉണ്ടാകാറുണ്ടോ? ചിലരോടൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ അബ്രഹാം ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ അനുഭവം തന്നെ ആയിരിക്കും എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവം. മനുഷ്യരോട് നമ്മൾ പലപ്പോഴും പിണങ്ങാറുണ്ട്. ചിലപ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, പിണക്കം ഒരുപക്ഷെ എനിക്ക് അവരോടോ അല്ലെങ്കിൽ അവർക്ക് എന്നോടോ തോന്നിയിട്ടുണ്ട്. അങ്ങനെ പിണങ്ങി ജീവിച്ചിട്ടുള്ള കാലഘട്ടങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എന്നാൽ അബ്രഹാം ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്നറിയാവോ? 8-ാം വാക്യത്തിലാണ് അബ്രഹാം പറയുന്നത്, അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. നോക്കണം, അബ്രഹാം എന്ന ഈ ഭക്തനായ വ്യക്തിയെ തൻ്റെ ആ സ്വഭാവം ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് എടുത്ത് രേഖപ്പെടുത്തി തന്നിരിക്കുക. എന്താ പറയുന്നതെന്നറിയാമോ? അബ്രഹാം പറയുന്നത്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ. എനിക്കും നിനക്കും പിണക്കം ഉണ്ടാകരുത്. ഒപ്പം ഇപ്പോൾ പിണക്കം ആരംഭിച്ചിരിക്കുന്നത് എൻ്റെയും നിൻ്റെയും ഇടയന്മാരുടെ ഇടയിലാണ്. അവർക്കും ഈ പിണക്കം ഉണ്ടാകരുത്. എന്താ അതിന് കാരണം? അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത് ശരിയല്ല. അത് തെറ്റായ ഒരു സമീപനമാണ്. നാം അങ്ങനെ ചെയ്തുകൂടാ. എന്തുകൊണ്ട് ചെയ്തുകൂടാ? അതാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം. എന്തുകൊണ്ട് നാം തമ്മിൽ പിണങ്ങിക്കൂടാ? അവിടെ അബ്രഹാം പറയുകയാണ്, നാം സഹോദരന്മാരല്ലോ. നോക്കണം, നാം സഹോദരന്മാരല്ലോ. സഹോദരന്മാരായിരിക്കുന്ന നാം തമ്മിൽ പിണങ്ങി ജീവിക്കാൻ പാടില്ല. അത് തെറ്റ്. അത് ദൈവമുമ്പാകെ യോഗ്യമല്ല. അങ്ങനെ ചെയ്തുകൂടാ. അത് അബ്രഹാം വ്യക്തമായിട്ട് ലോത്തിനോട് പറയുകയാണ്. എനിക്കും നിനക്കും തമ്മിൽ അവിടെ അങ്ങനെ ഒരു പ്രയാസം പാടില്ല. 1, 2, എൻ്റെയും നിൻ്റെയും ഇടയന്മാരുടെ ഇടയിലും പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലും നമ്മുടെ ദാസീദാസന്മാരുടെ ഇടയിലും ആരുടെ ഇടയിലും ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ പാടില്ല എന്ന് അബ്രഹാം കർക്കശമായി പറയുക. അതിന് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, നാം സഹോദരന്മാരാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരോടും പിണക്കം തോന്നിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ട്. ഇപ്പോഴും പലരോടും പിണക്കമുണ്ട്, പരിഭവമുണ്ട്, ദേഷ്യമുണ്ട്. കണ്ടാൽ മിണ്ടാൻ മനസ്സ് സമ്മതിക്കുന്നില്ല, കൈ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല, ഒന്ന് ചിരിക്കാൻ പോലും ഒന്ന് പുഞ്ചിരിക്കാൻ പോലും നമ്മുടെ ഉള്ളം നമ്മെ അനുവദിക്കുന്നില്ല. കാരണം അമ്മാതിരിയുള്ള പ്രവൃത്തി ആയിരിക്കാം ഒരുപക്ഷെ നാം ആരോട് പിണങ്ങിയിരിക്കുന്നു അവർ നമ്മോട് ചെയ്തത്. പക്ഷെ എങ്കിലും ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്, നാം തമ്മിൽ സഹോദരന്മാരല്ലോ. അതുകൊണ്ട് പിണക്കം പാടില്ല. കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ ഒന്ന് ചേർത്ത് ചിന്തിക്കുകയാണ്. ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന കർത്താവ് പറഞ്ഞു. അബ്രഹാം പറയുന്നു, നാം തമ്മിൽ സഹോദരങ്ങളാണല്ലോ, അതുകൊണ്ട് പിണക്കം പാടില്ല. പക്ഷേ കർത്താവ് ഒരു സ്റ്റെപ്പ് കൂടി കടന്നു പറഞ്ഞു. എന്താ പറഞ്ഞത്? ശത്രുക്കളെ പോലും സ്നേഹിക്കണം. ഞാൻ ഈ വാക്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിലും ഭയമുണ്ട് കേട്ടോ. കാരണം ഇതൊന്നും വ്യക്തമായിട്ടും കൃത്യമായിട്ടും
സത്യസന്ധമായിട്ടും പാലിക്കാൻ എനിക്കും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഉള്ള സത്യം തുറന്ന് പറയും, പ്രിയമുള്ളവരെ. പക്ഷേ വചനം പറയുന്നു നാം അത് പാലിക്കണം. എന്ത്? ഈ പിണക്കമെല്ലാം വിട്ട്, പരിഭവങ്ങൾ വിട്ട്, അകൽച്ച മാറ്റി, ഒരുപക്ഷെ നമ്മെ ഉപദ്രവിച്ചവരായിരിക്കാം, നമ്മെക്കുറിച്ച് വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞവരായിരിക്കാം, നമ്മുടെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ചവരായിരിക്കാം, സുവിശേഷ വേലയിൽ നമുക്ക് കുടുക്കും കെണിയുമായി നിന്നവരായിരിക്കാം, നമ്മെ പലവിധത്തിൽ ഉപദ്രവിച്ചിട്ടുള്ളവരായിരിക്കാം. അത് നമ്മുടെ സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, കൂട്ടുപ്രവർത്തകരായിരിക്കാം, കൂട്ടുവിശ്വാസികളായിരിക്കാം, ഒരു സഭയിലുള്ള ആളുകളായിരിക്കാം, മറ്റൊരു സഭയിലുള്ളവരായിരിക്കാം, വേറെ സഭക്കാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സമുദായത്തിലുള്ളവരായിരിക്കാം, മറ്റ് ജാതിയിൽപ്പെട്ടവരായിരിക്കാം, അയൽവക്കംകാരായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ പ്രിയരെ, ഒന്ന് ദൈവജനം തമ്മിൽ സ്നേഹത്തിൽ ഐക്യത്തിൽ മുമ്പോട്ട് പോകണം. കർത്താവ് പറയുന്നു ശത്രുവിനെ സ്നേഹിക്കണം. അങ്ങനെയെങ്കിൽ എത്ര നാളുകളായി നാം മിണ്ടാതെ നടക്കുന്നു നമ്മുടെ അയൽവക്കക്കാരോട്, നമ്മുടെ സഹവിശ്വാസികളോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, സഹോദരങ്ങളോട്. സ്നേഹിത, തിരുത്തുവാൻ അബ്രഹാം നമ്മളെ ഉപദേശിക്കുകയാണ്. നാം തമ്മിൽ സഹോദരന്മാരല്ലോ. നമ്മുടെ കുറവുകളെ ഏറ്റുപറയുകയും തിരുത്തുകയും ചെയ്തുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ മുന്നിൽ നാമം മഹത്വപ്പെടട്ടെ.